ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലെ പുതിയ ഫുട്ബോൾ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയ ജീസസ് ജിംനസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ISL ഗോൾഡൻ ബൂട്ട് ജേതാവായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ക്ലബ് വിട്ട ശേഷം ഈസ്റ്റ് ബംഗാൾ FC പോയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കുറേയധികം ഒരു പ്രോപ്പർ സ്ട്രൈക്കറിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതായുള്ള വാർത്തകൾ ഒരുപാട് വാർത്ത വന്നു. അപ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങായ ജീസസ് ജിംനസിനെ കുറിച്ച് നോക്കാം. സൈനിങ്ങായ ജീസസ് ജിംനസ് ഗ്രീക്ക് ക്ലബ് OFI ക്രേറ്റർ FCയിൽ നിന്നാണ് കൊമ്പന്മാരുടെ മടയിലേക്ക് എത്തുന്നത്. 30-കാരനായ താരം കഴിഞ്ഞ സീസൺ മുതൽ ഗ്രീക്ക് ക്ലബിനൊപ്പമുണ്ട്. 2017-18 സീസണിൽ സ്പെയിനിൻ്റെ 3ാം ഡിവിഷൻ CF ടലവേരയ്ക്കൊപ്പമാണ് ജീസസ് ജിംനസ് തൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത്. അവിടെ 37 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകൾ നേടി. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയ ക്ലബ് പ്രകടനങ്ങൾ പോളിഷ് ക്ലബ് ടോർണിക് സബ്രോസിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവിടെ അദ്ദേഹം 134 മത്സരങ്ങൾ കളിക്കുകയും 43 ഗോളുകൾ നേടുകയും ചെയ്തു. 25 അസിസ്റ്റുകളും ആ ക്ലബിൽ അദ്ദേഹം നേടി. ഗോർണിക് സബ്രോസ് വിറ്റ ശേഷം ജിംനസ് US മേജർ ലീഗ് സോക്കറിലേക്ക് ചേക്കേറി. അവിടെ ടൊറാൻഡോ FC ഡാലാസിനും വേണ്ടി കളിച്ചു. പിന്നീട് ഗ്രീക്ക് ക്ലബായ OFI ക്രേറ്റർ FCയുമായി ഒപ്പുവെക്കാൻ യൂറോപ്പിലേക്ക് മാറി. പക്ഷേ പരിക്കുകൾ കാരണം അദ്ദേഹത്തിന് സീസൺ നല്ലപോലെ കളിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് അധിക മിനിറ്റുകൾ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാര്യമായി സ്വാധീനം ചെലുത്താൻ അദ്ദേഹം പാടുപെട്ടു. പരിക്ക് അദ്ദേഹത്തെ കഴിഞ്ഞ സീസൺ ഒരു വലിയ വില്ലനായി നിന്നു. തൻ്റെ കരിയറിൽ 237 മത്സരങ്ങൾ കളിച്ച താരം അതിൽ നിന്നും 66 ഗോളുകളും 31 അസിസ്റ്റുകളും നേടി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അത്യാവശ്യം നല്ലൊരു സൈനിങ് തന്നെയാണ് ഇപ്പം നടത്തിയിരിക്കുന്നത്.